USS उर्दू ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। Hi all, welcome to USS ഉർദു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്. USSൻ്റെ ഉർദു ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച 2015 മുതലാണ് ഇന്ന് കാണുന്ന USS പരീക്ഷയിലേക്ക് നാം വഴിമാറിയിട്ടുള്ളത്. ഇന്ന് 2016 ഫെബ്രുവരിയിൽ നടന്ന USS പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. देखिए 2016 USS പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഇത് ചോദ്യപേപ്പറിൻ്റെ കോഡ് എ കോഡാണ്. 4 സീരീസിലുള്ള ചോദ്യപേപ്പറുകൾ ഉണ്ടാകും. 4ലെയും ചോദ്യങ്ങൾ ഒന്നായിരിക്കുമെങ്കിലും ചോദ്യങ്ങളുടെ ഓർഡറിൽ മാറ്റമുണ്ടായിരിക്കും. ഇത് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഫൂലോं का രാജാ ഹെ. നമ്മൾ ഒരുപാട് തവണ മുൻ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. ഫൂലോं का രാജ, മോഗ്ര, ഗുലാബ്, സൂരജ്മുഖി, ചമ്പ. ഫൂലോं का രാജ, പൂക്കളുടെ രാജാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ഗുലാബ് എന്നതാണ് ഉത്തരം. ഓപ്ഷൻ ബി, ഗുലാബാണ് ഫൂലോं का രാജ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഗ്രൂഹ് മേ നാ മുനാസിബ് ജാൻവർ കോൺസാ ഹെ. ഗ്രൂഹ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ നാ മുനാസിബായ അഥവാ യോജിക്കാത്ത, കൂട്ടത്തിൽപ്പെടാത്ത ജാൻവർ ഏതാണ്? അപ്പോൾ 4 ജാൻവറാണ്, 1 കൂട്ടത്തിൽപ്പെടാത്തതാണ്. ഓപ്ഷൻ എ ബില്ലി, ഓപ്ഷൻ ബി ബക്കരി, ഓപ്ഷൻ സി ബൈൽ, ഓപ്ഷൻ ഡി ഭാലു. ബില്ലി പൂച്ച, ബക്കരി ആട്, ബൈൽ കാള, ഭാലു കരടി. ബില്ലിയും ബക്കരിയും ബൈലും പാൽത്തു ജാൻവറാണ്, വളർത്തു മൃഗമാണ്. ഓപ്ഷൻ ഡി ഭാലു ജംഗിരി ജാൻവർ ആയതുകൊണ്ട് അതാണ് കൂട്ടത്തിൽപ്പെടാത്തത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം. സിഹത്ത് കെ ലിയെ ബഹുത്ത് ജരൂരി ഹെ. സഫായി, പടായി, മിഠായി, കമായി. സിഹത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം എന്നാണ് അർത്ഥം. സിഹത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം ആരോഗ്യം എന്നാണ്. ആരോഗ്യത്തിന് വളരെ ആവശ്യമാണ്. ആരോഗ്യത്തിന് വളരെ ആവശ്യമാണ് എന്ത്? എ സഫായി. സഫായി എന്ന് പറഞ്ഞ അർത്ഥം വൃത്തി. പടായി എന്ന് പറഞ്ഞാൽ പഠനം. മിഠായി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, മിഠായി തന്നെ. ഖമായി എന്ന് പറഞ്ഞാൽ സമ്പാദ്യം. സഫായി വൃത്തി, പടായി പഠനം, മിഠായി കമായി സമ്പാദ്യം. ആരോഗ്യത്തിന് വളരെ ആവശ്യമായത് ഓപ്ഷൻ എ സഫായി എന്നതാണ്. ഓപ്ഷൻ എ സഫായി എന്നതാണ് ശരിയായ ഉത്തരം. നാലാമത്തെ ചോദ്യം. ഉർദു കെ ഏക് മഷ്ഹൂർ ഷായർ ഹെ. ഓപ്ഷൻ എ ഭഗത് സിംഗ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി അല്ലാമ ഇഖ്ബാൽ, ഓപ്ഷൻ ഡി ഗാന്ധിജി. ചോദ്യം. ഉർദു കെ, ഉർദുവിലെ, ഏക് മഷ്ഹൂർ ഒരു പ്രസിദ്ധനായ, ഷായർ ഹെ കവിയാണ്. ചോദ്യം. ഉറുദുവിലെ പ്രസിദ്ധനായ കവിയാണ് ആര്? ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആരായിരുന്നു? ഏക് മുജാഹിദീനെ ആസാദി, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ജവഹർലാൽ നെഹ്റു നമ്മുടെ കൗമി ലീഡറാണ് അല്ലേ, ദേശീയ നേതാവാണ്, മുജാഹിദീനെ ആസാദിയുമാണ്. അല്ലാമ ഇഖ്ബാൽ ഉറുദുവിലെ പ്രശസ്തനായ കവിയാണ്. ഗാന്ധിജി കൗമി ലീഡറാണ്. ഇവിടെ ശരിയായ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലാമ ഇഖ്ബാൽ. ഓപ്ഷൻ സി എന്നതാണ് ശരിയായ ഉത്തരം അല്ലേ. ഭഗത് സിംഗ്, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ മുജാഹിദീനെ ആസാദിയും കൗമി ലീഡറും ഒക്കെയാണ്. അടുത്ത ചോദ്യം അഞ്ചാമത്തേത്. സീഡി ബജാത്തി ജാത്തി ഹെ, ചുക് ചുക് കർത്തി ജാത്തി ഹെ, शेर और से पढ़िए, इसमें कौन सी गाड़ी का बयान है? घोड़ा गाड़ी, റെയിൽഗാഡി, ബൈൽഗാഡി, റിക്ഷാഗാഡി. ഇത് നമ്മളെ 2015 ചോദ്യങ്ങൾ വായിച്ച സമയത്തും ഇതേ ചോദ്യം അവിടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. വിസിലടിച്ച് ചുക് ചുക് ശബ്ദമുണ്ടാക്കി കൊണ്ടുപോകുന്ന വാഹനം
റെയിൽഗാഡി ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, കോൺസാ ജുംല സഹി ഹെ? മേരെ ഘർ മേ ബില്ലി ഹെ, മേരാ ഘർ കാ ബില്ലി ഹെ, മേരാ ഘർ പർ ബില്ലി ഹെ, മേരി ഘർ മേ ബില്ലി ഹെ. സഹി എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സഹി എന്നത് കൂടുതൽ ആവർത്തിച്ചു വരുന്നതാണ്. ശരിയായത് ഏത് എന്നതാണ്. ഇവിടെ ഘർ എന്നത് മുസക്കറാണ്. മേരാ ഘർ ഹെ എന്നാണ് പറയാം. ഏ മേരാ ഘർ ഹെ. അപ്പം മേരി എന്ന് വന്നാൽ എന്തായാലും തെറ്റാവും. ഇനി മേരാ ഘർ പർ ബില്ലി ഹെ എന്ന് പറഞ്ഞാൽ പിന്നെ വീടിന് മുകളിൽ ബില്ലി എന്നതാണ്. മേര ഘർക്ക ബില്ലി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ബില്ലിയാണ്. എൻ്റെ വീട്ടിൽ ബില്ലിയുണ്ട് എന്നതാണ് ശരിയായ അർത്ഥം. എൻ്റെ വീട്ടിൽ ബില്ലിയുണ്ട് എന്നതാണ് ശരിയായ അർത്ഥം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. മേരെ ഘർ മേ ബില്ലി ഹെ, എൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ഏഴാമത്തെ ചോദ്യം, ഗ്രൂഹ് മേ നാമുനാസിബ് കോൻ ഹെ? ഈ ചോദ്യം ആയിട്ടുണ്ടാവും അല്ലേ? ഗ്രൂപ്പിൽ കൂട്ടത്തിൽ പെടാത്തത്, യോജിക്കാത്തത് ഏതാണ്? ബില്ലി, ബക്കരി, ബൈൽ, മോർ. ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് ആദ്യം ആ തന്ന 4 ഓപ്ഷനും നന്നായി നോക്കുക. നന്നായി നോക്കുമ്പോൾ 3 എന്തെങ്കിലും ഒരു സിഫത്ത് കൊണ്ട്, ഒരു വിശേഷണം കൊണ്ട്, ഒരു പ്രത്യേകത കൊണ്ട് ഒരുപോലെ തോന്നും, ഒന്ന് വ്യത്യാസമായിരിക്കും. ബില്ലി, ബക്കരി, ബൈൽ ഇവ 3 ജാൻവറാണ്. ഓപ്ഷൻ ഡി മോർ പക്ഷിയാണ്. ഡി ആണ് ശരിയായ ഉത്തരം. അടുത്തത് നോക്കൂ. മേണ്ടക്ക് കി ആവാസ് ഹെ? ടർ ടർ, കായെ കായെ, മ്യാവു മ്യാവു, മേ 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 മേ. ഇവിടെ മേണ്ടക്കിൻ്റെ ആവാസ് നമ്മൾ 2 സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും. ഒന്ന്, 6ാം ക്ലാസ്സിൽ ബാരിഷ് എന്ന പാഠത്തിൽ മേണ്ടക്കിൻ്റെ ആവാസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗിൽഹരി കി ഷാദി, 7ാം ക്ലാസ്സിലെ ഗിൽഹരി കി ഷാദി പറയുന്ന സമയത്ത് മേണ്ടക്ക് ബി ടെറാത്ത ആയ, അവിടെ മേണ്ടക്കിൻ്റെ ആവാസ് ഏതാണ്? ടർ ടർ എന്നുള്ള ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത് നോക്കൂ. ഹിന്ദുസ്ഥാൻ കാ കൗമി ഖേൽ ഹെ? ഫുട്ബോൾ, ഹോക്കി, ക്രിക്കറ്റ്, ടെന്നീസ്. ഫുട്ബോൾ, ഹോക്കി, ക്രിക്കറ്റ്, ടെന്നീസ്. വളരെ സിമ്പിളായ, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് അല്ലേ? ഇന്ത്യയുടെ ദേശീയ വിനോദം ഏതാണ്, അല്ലെങ്കിൽ ദേശീയ കളി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കളി ഓപ്ഷൻ ബി ഹോക്കി എന്നതാണ്. ഓപ്ഷൻ ബി ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ വിനോദം. 2015 USS ക്വസ്റ്റ്യൻ പേപ്പറിൽ നാം കണ്ട, ചർച്ച ചെയ്ത അതേ ചോദ്യം. പാവ് നഹി മേ ചൽത്തി ഹും, ജുബാൻ നഹി മേ ബോൽത്തി ഹും, മേ ബോലൂ തോ ബിസ്തർ ചോടേം, ദേഖ് കെ മുझको കാം പെ ദൗടേം. അഷാർ പഠ്കർ പഹേലി പൂछिए, ജവാബ് ചുൻകർ ലിഖിയെ. കാലില്ല ഞാൻ നടക്കും, നാവില്ല ഞാൻ സംസാരിക്കും. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ബിസ്തറിൽ നിന്ന് ബിസ്തർ ഒഴിവാക്കിയിട്ട് ജോലിക്ക് പോവണം. എന്നെ നോക്കിയിട്ടാണ് ജോലിക്ക് പോകുന്നത്. ലോമടി, ഗോഡി, കടി, ഗാഡി കഴിഞ്ഞതിൽ വിശദീകരിച്ചതുകൊണ്ട് ഉത്തരം സി തന്നെയാണ്. ഗഡി, ഘടികാരമാണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. മാലി കാ ഹം ആവാസ് ലഫ്സ് ഹെ? മാലി എന്നതിൻ്റെ സമാന ശബ്ദപദം ഏത്? നിരാലി, ഉജലി, ലാലി, സുരേലി. ഇവിടെയെല്ലാം പലരും ഹമാവാസ് അൽഫാസ് നോക്കുന്നത് അവസാനത്തെ അക്ഷരം കൊണ്ട് മാത്രമാണ്. ഇവിടെ മാലി എന്നതിലെ അവസാനത്തെ അക്ഷരം യാ ആണ്, എ. എന്നാൽ ഓപ്ഷൻ തന്നത് മുഴുവനും എ കൊണ്ട് അവസാനിക്കുന്നത് തന്നെയാണ്. എന്നാൽ അതേസമയം ഇവിടെ ഹമാവാസ് അൽഫാസ് നോക്കുന്നത് ശബ്ദം നോക്കിയിട്ടാണ്. മാലി, ലാലി, മാ ലാ ലി ലി, മാലി ലാലി. ഉത്തരം സി ആണ്. അടുത്ത ചോദ്യം. എ ദോ ജഹാ കെ വാലി, എ ഗുൽഷനോ കെ മാലി, ഹർ ചീസ് സേ ഹെ ज़ाहिर, हिकमत तेरी निराली. शायर इस शेर में किसके बारे में बयान करता है? കവി ഈ വരികളിലൂടെ ആരെക്കുറിച്ചാണ് വിവരിക്കുന്നത് എന്നതാണ്. 2 ലോകങ്ങളുടെയും ഉടമസ്ഥനെ, പൂന്തോട്ടത്തിൻ്റെ പരിപാലകനെ,
എല്ലാ വസ്തുക്കളിലും നിന്നെ കാണുന്നു, നിൻ്റെ തന്ത്രങ്ങൾ കാണുന്നു. ഇതിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മൾ ഒരുപാട് പ്രാർത്ഥനാ ഗീതങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രാർത്ഥനാ ഗീതങ്ങളിലെല്ലാം നമ്മൾ ആരെക്കുറിച്ചാണ് പറയുക? ഹുദയെക്കുറിച്ചാണ്, ദൈവത്തെക്കുറിച്ചാണ് നാം പറയുക. ഹുദ ഈ ലോകത്തെ പരിപാലിക്കുന്നു അല്ലേ? മേരെ ആക്ക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്, പ്രാർത്ഥനാ ഗീതങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവയിലൊക്കെ ആദ്യം ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെയും ഏതോ ജഹാൻ കെ വാലി ഏ ഗുൽഷനോ കെ മാലി എന്നതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് ഹുദയാണ്. ഉൽഷൻ, ദുനിയ, ഹുദ, മാലി 4 ഓപ്ഷനാണുള്ളത്. ഇവയിൽ ശരിയായ ഓപ്ഷൻ സി ഹുദ എന്നതാണ്. 13ാമത്തെ ചോദ്യം, ഹമാരെ ഖൗമി ജെൻഡെ കെ അശോക് ചക്ര കാ രംഗ് ക്യാ ഹെ? നീല, പീല, ലാൽ, സഫേദ്. ജണ്ട എന്ന് പറഞ്ഞാൽ പതാക, ഖൗമി എന്ന് പറഞ്ഞാൽ ദേശീയ. ഖൗമി ജെൻഡയ്ക്ക് ദേശീയ പതാകയിലെ അശോക് ചക്രത്തിൻ്റെ റംഗ് ക്യാ ഹെ നിറം എന്താകുന്നു? ദേശീയ പതാകയിലെ എല്ലാ നിറങ്ങളും അവയുടെ ഓർഡറും കൃത്യമായി USSനിരിക്കുന്ന എല്ലാവർക്കും അറിയണം. മുകളിലെ നിറം, നടുവിലെ നിറം, താഴെ നിറം, അശോക ചക്രത്തിൻ്റെ നിറം, ഇവയെല്ലാം കൃത്യമായി അറിയണം. അശോക ചക്രത്തിൻ്റെ നിറം എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ നീല എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ നീല. അടുത്ത ചോദ്യം, പർബത് വോ സബ്സെ ഊഞ്ച ഹംസായ ആസ്മാ കാ वो संतरी हमारा वो पासबा हमारा. ये शेर किसका लिखा हुआ शेर है? ഈ വരികൾ ആര് എഴുതിയതാണ് എന്നതാണ് ചോദ്യം. ഇതെവിടെയാണ്? സാരെ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാ ഹമാര എന്ന 7ാം ക്ലാസ്സിൽ നമ്മളെല്ലാവരും പഠിച്ച ഹിന്ദി ഹെ ഹം എന്ന പാഠഭാഗത്തിലുള്ള 2 വരികളാണ്. ഈ 2 വരികൾ ആരെഴുതിയതാണ് എന്നതാണ് വളരെ സിമ്പിളായ എളുപ്പമുള്ള ചോദ്യമാണ്. ഒരുപാട് പരീക്ഷകൾക്ക് ഒരുപാട് വ്യത്യസ്ത രൂപത്തിൽ ചോദിച്ച ചോദ്യമാണ്. തിലോക് ചന്ദ് മെഹ്റൂം, അല്ലാമ ഇഖ്ബാൽ, കലീം സിയ, ജഗന്നാഥ് ആസാദ് എന്നിവയാണ്. ഓപ്ഷൻ സാരെ ജഹാൻ സെ അച്ഛ എഴുതിയത് അല്ലാമ ഇഖ്ബാൽ. ഓപ്ഷൻ ബി എന്നതാണ് ശരിയായ ഉത്തരം. അവസാന ചോദ്യം, കോൺസാ ജോഡ് സഹി നഹി ഹെ? ജോഡ് ജോഡി, സഹി നഹി ഹെ ശരിയല്ലാത്ത ജോഡി ഏതാണ്? റോട്ടി ദാൽ, പൂരി പറാട്ട, ഇഡലി സാമ്പാർ, ദോശ ചട്നി. 6ാം ക്ലാസ്സിലെ ദോശ ഔർ ചട്നി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം, റോട്ടി ദാൽ, ഇഡലി സാമ്പാർ, ദോശ ചട്നി ഇവയെല്ലാം ഒരു ഖാനയും ആ ഖാനയുടെ സാലനുമാണ്. ഒരു ഖാനയും ഒരു ഭക്ഷണവും ആ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സാലൻ കറിയുമാണ് ഉള്ളത്. എന്നാൽ ഓപ്ഷൻ ബി കൊടുത്തത് നോക്കൂ, അവിടെ പൂരി പറാട്ട. പൂരി പറാട്ട എന്ന് പറയുമ്പോൾ രണ്ടും ഖാനയാണ്. അവിടെ എന്തില്ല? സാലൻ കാ നാം നഹി ഹെ, സാലിൻ്റെ പേര് അവിടെ ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം.